സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി രാധികയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. മുത്തശ്ശി പറയണേ, ഈ നാശം പിടിച്ചോളൂ കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം തന്നെ പോകും. അതിനുവേണ്ടിയാണല്ലോ നീയൊക്കെ കൂടി എവിടെയോ കിടന്ന് ഇവളെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. ഈ സമയം വിനയപ്രസാദിന് മാം ചോദിക്കണേ, മുത്തശ്ശി മുത്തശ്ശി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രാധിക ഒരു അനാഥയായതുകൊണ്ടാണോ? ഈ കുട്ടിയുടെ മനസ്സിൽ നിങ്ങളെയൊക്കെ എന്ത് വലിയ സ്ഥാനമുള്ളതെന്നല്ലോ അറിയോ? എത്രത്തോളം നിങ്ങൾ ഇവളെ സ്നേഹിക്കുന്നതെന്നറിയോ? അതിൻ്റെ ഒരംശമെങ്കിലും തിരികെ ഇവളോട് കാണിച്ചുവിടും. തിരുമേനി, ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവളെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ പറയാം, ഇവളെ എൻ്റെ അനിയത്തിയല്ല, ഞാൻ എൻ്റെ മകളായി എടുത്തോളാം. നിങ്ങൾക്ക് ഇവളെ വേണ്ടെങ്കിൽ ഇവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കോളാം. ഒരു കുറവും വരുത്താതെ ഇവളെ ഞാൻ നോക്കിക്കോളാം. രാധിക 1-2 തവണ ഇതിനു മുമ്പ് സെറ്റിൽ വന്നിട്ടുണ്ടല്ലോ. അവിടെ വെച്ച് എല്ലാവരും രാധികയെ കണ്ടിട്ടുണ്ട്. എല്ലാവരും രാധികയെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. രാധികയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ രാധികയ്ക്ക് സിനിമയിൽ നല്ലൊരു വേഷം കൊടുക്കാമെന്നും അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സമയം ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശി വരണേ, കൊള്ളാം, ഇനി അതിൻ്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. അതിനുവേണ്ടിയാണല്ലോ ഇവൾ നിങ്ങളുടെയൊക്കെ കൂടി പറ്റിക്കൂടി ഇങ്ങനെ നിൽക്കുന്നത്. ഈ സമയം ദേവൻ പറയണേ, അമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ? മാഡം, തൽക്കാലം അതിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. എൻ്റെ ഇളയ മോൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. അവളുടെ ആഗ്രഹം വേണ്ടാന്ന് പറഞ്ഞ് അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടത് ഞങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ തൊഴിൽ മോശമായതുകൊണ്ടല്ല, ഞങ്ങളുടെ രീതികളും ആചാരങ്ങളൊക്കെ മറ്റൊന്നായതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ രാധിക മോളോടുള്ള നിങ്ങളുടെ സ്നേഹം കരുതലും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. അമ്മ പറഞ്ഞതിനൊക്കെ മാഡത്തിനോട് ഞാൻ സോറി പറയുക. ഈ സമയം രാധിക പറയണേ, മാഡം, എനിക്കെൻ്റെ അച്ഛനും അമ്മേനെയും വിട്ട് ഒരിക്കലും വരാൻ പറ്റില്ല. അവരില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഈ സമയം രാധികനെ ചേർത്ത് നിർത്തിയിട്ട് വിനയമൻ പറയണേ, കണ്ടില്ലേ ഇവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം. ഈ സ്നേഹം കാണാതെ പോയാൽ നിങ്ങൾ ഇവളോട് തന്നെ ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയായിരിക്കും. ഈ സമയത്ത് വിനയ മാമിൻ്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വരുവാണ്. അന്നേരം മാം ചോദിക്കണേ, അല്ല ആരാ ഈ സമയത്ത്? നേരത്തെ കുറേ നേരം വിളിച്ചില്ലേ, ആ നമ്പർ തന്നെയാണ്, എന്താണെങ്കിലും കട്ട് ചെയ്തേക്കൂ. അങ്ങനെ അവർ ഫോൺ കട്ടാക്കുവാണ്ടോ. ഈ സമയം വിളിച്ചിട്ടുണ്ടാവുക ഐശ്വര്യ ആയിരിക്കും. ഐശ്വര്യ അങ്ങനെ മാലിനോട് പറയണേ, ഇവർക്ക് എന്തൊരു ജാടയാണ്, എത്ര തവണയായി നമ്മൾ ഫോൺ വിളിക്കുന്നു, എപ്പോഴും കട്ട് ചെയ്ത് കളയുവാണല്ലോ. സാരമില്ല മാഡം, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഇനി വിളിക്കുകയൊന്നും വേണ്ട, ഇനി നേരി ചെന്ന് കാണണം. ശ്യാമ അവരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് അവരുടെ അരികിലെത്തണം. വിനയ മാമിൻ്റെ അടുത്ത് മാത്രമല്ല, അവളുടെ മകളുടെ അടുത്തും ആദ്യം എത്തുന്നത് നമ്മൾ തന്നെയായിരിക്കണം. അതോടെ അവളുടെ കഥ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുവാണ് ഐശ്വര്യ. പിന്നീട് വിനയ മാം പറയണേ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, നാളെ ഷൂട്ടുള്ളതാണ്. പിന്നെ ഇന്ന് രാധിക തട്ടിക്കൊണ്ടുപോയവർ ചില്ലറക്കാരൊന്നുമല്ല, അതുകൊണ്ട് ഇവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. എന്തുണ്ടെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം. എന്നാൽ ശരി, അങ്ങനെ പറഞ്ഞ് വിനയ മാം അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കനമംഗലം വീടാണ് കേട്ടോ. അവിടെ മുത്തശ്ശിയും പ്രിയങ്കയും ബിജു ഒക്കെ കൂടി വരുണിൻ്റെ പ്രിയങ്കയുടെ വിവാഹാൽബം നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ മുത്തശ്ശി പറയണേ, കണ്ടില്ലേ രണ്ടാളും തമ്മിൽ എന്ത് ചേർച്ചയാണ്, രാധയും കൃഷ്ണനെയും പോലെ അല്ലേ ബിജു? അന്നേരം ബിജു പറയണേ, അതെ അതിൽ എൻ്റെ ചില നല്ല നല്ല ഫോട്ടോസും ഉണ്ട്. ഈ സമയം മുത്തശ്ശി പറയണേ, ഞാൻ കണ്ടു, നല്ല ഈ ഫോട്ടോസിൻ്റെ ഇടയിൽ കണ്ണ് തട്ടാതിരിക്കാൻ വെക്കുന്ന ഫോട്ടോ പോലെ ഉണ്ട്. അന്നേരം ബിജു പറഞ്ഞേ, മുത്തശ്ശി ഇങ്ങനെ കളിയാക്കല്ലേ. ഈ സമയം പ്രിയങ്ക പറയണേ, ഇതിൽ മുത്തശ്ശിയുടെ ഫോട്ടോയും ഉണ്ട്, എന്ത് ഭംഗിയാണ് അതൊക്കെ കാണാൻ. ഈ പ്രായത്തിൽ മുത്തശ്ശിയെ കാണാൻ ഇത്രയും ഭംഗി, അപ്പോൾ പിന്നെ എൻ്റെയൊക്കെ പ്രായത്തിൽ മുത്തശ്ശി തന്നെയായിരിക്കും ഈ നാട്ടിലെ സുന്ദരി. അന്നേരം മുത്തശ്ശി നാണം കൊണ്ട് ഒന്ന് പോ പ്രിയങ്ക എന്നൊക്കെ പറയുവാൻ കേട്ടോ. ഈ സമയം ബിജു പറയണേ, ഇങ്ങോട്ട് കുറേ സോപ്പ് കിട്ടിയല്ലേ, അപ്പോൾ ആ സോപ്പ് തിരിച്ചും തരണ്ടേ, അതിനുവേണ്ടി പ്രിയങ്ക ചുമ്മാ പറഞ്ഞതാ. മുത്തശ്ശിക്ക് എന്താണെങ്കിലും അത് നല്ലപോലെ അങ്ങ് സുഖിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ അവർ എല്ലാവരും കൂടി ചിരിച്ച് സന്തോഷിച്ചിരിക്കുമായിരിക്കും. ഈ സമയത്താണ് കേട്ടോ വരൺ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വരണിനെ കാണുന്നത് മുത്തശ്ശി പറയണേ, വരണേ നീങ്ങ് വന്നേ, നിനക്ക് ഈ ആൽബം കണ്ടേ? ഇന്നലെ ഈ ആൽബം വന്നിട്ട് നീ ഒന്ന് മറിച്ച് പോലും നോക്കിയില്ലല്ലോ. വടാ വന്നിവിടെ ഇരിക്കുക, ഈ ഫോട്ടോസൊക്കെ നോക്കുന്നേ. ഈ സമയം പ്രിയങ്ക വന്നിട്ട് ടെൻഷനാവുന്നുണ്ട് കേട്ടോ. അന്നേരം വരൺ പറയണേ, ഞാൻ പിന്നെ നോക്കിക്കോളാം മുത്തശ്ശി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുക വരൺ. അന്നേരം മുത്തശ്ശി പറയണേ, ഇവൻ എന്താ ഇങ്ങനെ, എന്താ ഇവന് പറ്റിയത്, എന്നോട് ഇവരെന്തെങ്കിലും ദേഷ്യമുണ്ടോ? അന്നേരം ബിജു പറയണേ, അങ്ങനെയൊന്നുമില്ല, മുത്തശ്ശിക്ക് എന്താ വേണ്ടത്, വരണിപ്പോൾ ആൽബം നോക്കിയാൽ പോരെ, ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് ബിജു വരണിൻ്റെ അരികിലേക്ക് പോകുവാണ്. ഈ സമയം മുത്തശ്ശി അടുത്ത പേജ് മറിക്കുമ്പോഴേക്കും അതിൽ രാധികയുടെ ഒരു ഫോട്ടോ കാണുവാണ് കേട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശി പറയണേ, മോളുടെ ചേച്ചിയുടെ ഈ ഫോട്ടോ കാണാൻ എന്തൊരു ഐശ്വര്യമാണല്ലേ, എന്തൊരു തേജസ് ആ കുട്ടിയുടെ മുഖത്ത്. അതുമാത്രമല്ല സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നല്ല അച്ചടക്കവും വിനയമുള്ള നല്ല കുട്ടിയാണ്. ഈ മോളെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, പ്രിയങ്ക മോള് നല്ലൊരു വീട്ടിലേക്ക് മരുമോളായിട്ട് വന്നതുപോലെ ഈ കുട്ടിയും നല്ലൊരു വീട്ടിലേക്ക് തന്നെ കയറി ചെല്ലണമെന്ന്. എന്താണെങ്കിലും ഇവളിപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടിയായി കഴിഞ്ഞില്ലേ, അതുകൊണ്ട് മോളുടെ ചേച്ചിക്ക് വേണ്ടി നമുക്ക് തന്നെ നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കാം. അന്നേരം പ്രിയങ്ക ശരി എന്നൊക്കെ പറഞ്ഞ് രാധികയുടെ ആ ഫോട്ടോ കണ്ട് ആകെ ടെൻഷനായിട്ടിരിക്കുവാണ്. ഈ സമയം ബിജു വരണിൻ്റെ അരികിലേക്ക് ചെല്ലണേ, വരണേ നീ എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്, എടാ നിനക്കെന്താ കാരണം എന്ന് അറിയില്ലേ ബിജു? അന്നേരം ബിജു വരണേ, എടാ നിൻ്റെ ഈ പെരുമാറ്റം അകൽച്ചയൊക്കെ മുത്തശ്ശി എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ടെന്നറിയോ? മുത്തശ്ശി ഇപ്പം തന്നെ എന്നോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന്, നിൻ്റെ പ്രശ്നം എന്താണെന്ന്.
മുത്തശ്ശി നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന്? നിന്റെ ഈ പെരുമാറ്റം മുത്തശ്ശി എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? ഇന്നലെ രാത്രി മുത്തശ്ശി റൂമിലിരുന്ന് സങ്കടപ്പെടുമായിരുന്നു. എന്തോ ഒരു വിഷമം മുത്തശ്ശിയുടെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ട്. അന്നേരം ബിജുവിനോട് വരുൺ പറയണേ, ഇനി ഞാൻ ഇതിനൊക്കെ കൂട്ടി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെയായിരിക്കും എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. നിനക്കറിയാലോ, അവിടെ മുത്തശ്ശിൻ്റെ അടുത്തിരിക്കുന്നവളെ വലിയൊരു നാട്ടിക്കാരിയാണ്. അവളുടെ നാട്യം എനിക്ക് പൊളിച്ചെടുക്കണം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് ആ വിവാഹം. ഇനി അതിൻ്റെ ചിത്രങ്ങളും കൂടി കണ്ട് ഞാൻ വീണ്ടും ദുഃഖിക്കണമെന്നാണോ നീ പറയുന്നത്? അന്നേരം ബിജു പറയണേ, എടാ എന്താണെങ്കിലും നീ ഒന്ന് മുത്തശ്ശിയുടെ അരികെ വന്നിരുന്നാൽ മതി. മുത്തശ്ശിക്ക് സന്തോഷവും. അല്ലെങ്കിൽ മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കണം. മുത്തശ്ശിയുടെ ഈ സങ്കടമുള്ള മുഖം കാണാനാണോ നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്? വരണേ, നീ ഒന്ന് വാ, ചെന്ന് വന്ന് ചുമ്മാ ഇരുന്നാൽ മതിയെന്നേ. അങ്ങനെ പറഞ്ഞ് വരണ്ണയും കൂട്ടി മുത്തശ്ശീൻ്റെ അരികിലെത്തുവാണ് കേട്ടോ ബിജു. ഈ സമയം വരണ്ണെ കാണുന്നതും പ്രിയങ്കയാണെങ്കിൽ വല്ലാതെ ടെൻഷനാകുക. ഈശ്വര, ചേച്ചിയുടെ ഫോട്ടോ എങ്ങാനും വരുൺ കാണുമോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുക. അന്നേരം മുത്തശ്ശി വരണേ, അല്ല നീ വന്നോ? നീ ഏതോ കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞ് ടെൻഷനാണെന്നാണല്ലോ ഇവൻ പറഞ്ഞത്. അന്നേരം വരുൺ പറയണേ, ആ അത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം അവൻ്റെ ജീവിതത്തിലാണെങ്കിലും എൻ്റെ ജീവിതത്തിലാണെങ്കിലും അതിൻ്റെ കാര്യം എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ടാണ്. എന്നാണെങ്കിലും ഇപ്പം മുത്തശ്ശിയുടെ കൂടി ആൽബം കാണാനാണ് വന്നത്. ഡാ നോക്ക്, ദേ നല്ല ഫോട്ടോ അല്ലേ? ദേ നീയും പ്രിയങ്കമോളും നിൽക്കുന്ന നോക്കിയേ, കൃഷ്ണനും രാധികയും പോലെ ഇല്ലേ? എന്താണെങ്കിലും നിൻ്റെ സെലക്ഷൻ ഒട്ടും മോശമല്ല കേട്ടോ. ഈ സമയം വരണങ്ങനെ ഓരോ പേജ് മറിച്ച് നോക്കുവാണ്. ഇതൊക്കെ കാണുന്ന പ്രിയങ്ക ടെൻഷനോട് കൂടി ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ രാധികയുടെ ഫോട്ടോ എത്തുന്ന പേജ് ആകുന്നത് കാണുമ്പോഴേക്കും പ്രിയങ്ക വേഗം തന്നെ അവിടെ നിന്ന് എണീറ്റ് വരുണിൻ്റെ അരികിൽ കൂടി നടക്കുവാണ്. അങ്ങനെ നടക്കുന്നതിനിടയിൽ ആൽബം തട്ടിത്തെറിപ്പിക്കുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്ക പറയണേ, അയ്യോ സോറി വരും എന്ന് പറഞ്ഞ് വേഗം തന്നെ ആ പേജ് എടുത്ത് അതിൽ നിന്ന് രാധികയുടെ ഫോട്ടോ പറിച്ചെടുക്കുവാണ്. എന്നിട്ട് ആൽബം വരുണിൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് പ്രിയങ്ക കൈ ഇങ്ങനെ ബാഗിലേക്ക് മറച്ചിട്ട് അടുക്കളയിലേക്ക് പോകുക. പ്രിയങ്കയുടെ പോക്ക് കാണുമ്പോൾ തന്നെ ഏതൊരു ഫോട്ടോ പ്രിയങ്ക കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് വരുണിന് മനസ്സിലാകുവാണ് കേട്ടോ. വരുൺ അങ്ങനെ പ്രിയങ്കയുടെ പിന്നാലെ ചെല്ലാൻ പോകുമ്പോൾ മുത്തശ്ശി ചോദിക്കണേ, നിക്കടാ, നീ ഇതെങ്ങോട്ടാണ് പോകുന്നത്? അത് പിന്നെ മുത്തശ്ശി, ഞാൻ ഇപ്പോൾ വരാം, നിൽക്ക്, നീ ഇത് നോക്കിയിട്ട് പോയാൽ മതി. അങ്ങനെ പറഞ്ഞ് വരുണിനോട് വീണ്ടും പിടിച്ചിരുത്തുവാണ്. ഈ സമയം അടുക്കളയിലെത്തുവാണ് കേട്ടോ പ്രിയങ്ക. അങ്ങനെ അടുക്കളയിൽ പത്മിനി കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. മോളെന്താ ഇവിടെ? വരുണും അമ്മയൊക്കെ ഇവിടെ? അവരൊക്കെ ഇവിടെ ആൽബം നോക്കിക്കൊണ്ടിരിക്കുക അമ്മേ. അങ്ങനെയാണോ? എന്നിട്ട് എന്താ മോളിങ്ങോട്ട് വന്നത്? അത് പിന്നെ വരുണിന് ചായ വേണമെന്ന് പറഞ്ഞു, ഞാൻ ചായ എടുക്കാൻ വന്നതാ. എന്നാൽ ഞാൻ ചായ എടുത്തോളാം, മോള് ചെന്ന് വരുണിൻ്റെ അടുത്തിരുന്നോ. അന്നേരം പ്രിയങ്ക പറയണേ, അത് വേണ്ട, വരുൺ എന്നോടാ ചായ ഉണ്ടാക്കാൻ പറഞ്ഞത്. എൻ്റെ കൈ കൊണ്ട് ചായ കുടിക്കാനായിരിക്കും അമ്മേ. ഓ അത് ശരി, അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. എന്നാൽ ശരി, മോള് തന്നെ ചായ ഉണ്ടാക്കിക്കോ. ഈ സമയം പ്രിയങ്ക അടുപ്പിലെ കറി ഇളക്കിക്കൊണ്ട് പതിയെ ആ ഫോട്ടോ അമ്മയുടെ ശ്രദ്ധയപ്പെടാതെ കീറാൻ തുടങ്ങുമായിരിക്കും. പെട്ടെന്നാണ് വരുൺ അടുക്കളയിലേക്ക് വരുന്നത് പ്രിയങ്ക കാണുന്നത്. അത് കാണുന്നതും പ്രിയങ്ക വേഗം തന്നെ ആ ഫോട്ടോ എടുത്ത് കറിപ്പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇടുവാണ്. എന്നിട്ട് പാത്രം മൂടി വെക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ പ്രിയങ്കയോട് ചോദിക്കണേ, അല്ല താനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? അവിടെ ആൽബം കാണുന്നില്ലേ? അന്നേരം അമ്മ ചോദിക്കണേ, നിനക്ക് ചായ ഉണ്ടാക്കാൻ നീ അല്ലേ ഇവളെ പറഞ്ഞു വിട്ടത്? ഞാനോ? അങ്ങനെയാണോ ഇയാൾ പറഞ്ഞത്? അതെ. എന്താടാ ഇത്? നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓ മനസ്സിലായി, പ്രിയങ്ക മോളോട് ഒറ്റയ്ക്ക് സംസാരിക്കാനായിരിക്കുമല്ലേ? എന്നാൽ ശരി, ഞാനിവിടെ കട്ടറുമ്പായി നിൽക്കുന്നില്ല, ഞാൻ പോകുവാണേ. അന്നേരം വരുൺ പറയണേ, അമ്മയോട് നിൽക്കി. അന്നേരം പത്മിനി പറയണേ, ഒന്ന് ചുമ്മാ ഇരിക്കടാ, ഞാൻ പോകുക. അങ്ങനെ പറഞ്ഞ് അമ്മ അവിടെ നിന്നും പോകുവാണ്. ഈ സമയത്ത് പ്രിയങ്ക കൈകളിങ്ങനെ ബാക്കി കെട്ടി നിൽക്കുമായിരിക്കും. അന്നേരം പ്രിയങ്ക പറയണേ, അത് പിന്നെ വരുണൊരു ചായ എടുക്കാമെന്ന് കരുതി ഇവിടെ വന്നപ്പോൾ അമ്മയോട് ഞാൻ അങ്ങനെയൊക്കെ ചുമ്മാ പറഞ്ഞതാ. അന്നേരം വരുൺ പറയണേ, നിൻ്റെ അഭിനയമൊക്കെ അവിടെ അമ്മയുടെ മുത്തശ്ശിയുടെ അടുത്ത് മതി, എൻ്റെ അടുത്ത് നിൻ്റെ അഭിനയമൊന്നും വേണ്ട. നിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്നൊക്കെ എനിക്കറിയാം. അല്ല നിൻ്റെ കയ്യിലെന്താ? നീ കയ്യിലെന്താ ഒളിപ്പിച്ചിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രിയങ്ക കൈയൊക്കെ കാണിക്കുവാണ് കേട്ടോ. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരുൺ അടുക്കളയിലേക്ക് അരിച്ചു പെറുക്കുവാണ് കേട്ടോ, എന്തെങ്കിലും പ്രിയങ്ക ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട്. അങ്ങനെ അവിടേക്ക് നോക്കിയിട്ട് വരുണൊന്നും കിട്ടുന്നില്ല. ഈ സമയത്തായിരിക്കും പെട്ടെന്ന് കറിപ്പാത്രത്തിനുള്ളിൽ എന്തോ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ വരുണ ചട്ടിയുടെ മൂടിയെടുത്ത് മാറ്റി നോക്കുമ്പോൾ അതിലൊരു ഫോട്ടോ കിടക്കുന്നത് കാണുവാണ് കേട്ടോ. വരുൺ അങ്ങനെ ആ ഫോട്ടോയൊക്കെ എടുത്ത് കഴുകിയിട്ട് ആ ഫോട്ടോയുമായിട്ട് ഹോളിലേക്ക് എത്തുവാണ്. ഈ സമയം ഹോളിൽ മുത്തശ്ശിയും അമ്മയും പ്രിയങ്കയും എല്ലാവരും നിൽക്കുന്നുണ്ടാവും. അന്നേരം വരുണിൻ്റെ കയ്യിൽ ആ ഫോട്ടോ കണ്ട് ടെൻഷനോട് കൂടി നിൽക്കുന്ന പ്രിയങ്കനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.